Welcome to BSc Main Physics Semester 4 Classical Mechanics Continuation Unit 7. The part is Galilean problems, Galilean transformation problems. And this is Semester 4, class number 40, BSc Main Physics Classical Mechanics Galilean transformation problems. That we discussed today, Galilean problems. And we can see the first problem. First problem is written here. A ship is moving with a uniform velocity of 80 meters per second relative to Earth, and a ball is rolled out with a speed of 2 meters per second relative to the ship in the direction of motion of the ship. Find the speed of the ball relative to the Earth. We can read the problem once again. A ship is moving with a uniform velocity of 80 meters per second relative to Earth, and a ball is rolled out with a speed of 2 meters per second relative to the ship in the direction of motion of the ship. Find the speed of the ball related to ship. അപ്പോൾ ഒരു ഷിപ്പ് എർത്തിനെ ആസ്പദമാക്കി 18 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുകയാണ് ഷിപ്പ്. ആ ഷിപ്പിൻ്റെ ഡെക്കിൽ കിടക്കുന്ന ഒരു ബോൾ 2 മീറ്റർ പെർ സെക്കൻഡിൽ ചലിക്കുകയാണ് ഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദി ബോൾ റിലേറ്റഡ് ടു എർത്ത്. എർത്തിനെ അടിസ്ഥാനപ്പെടുത്തി ബോളിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ബോൾ പോകുന്നത് 2 മീറ്റർ പെർ സെക്കൻഡാണ്. ഷിപ്പ് പോകുന്ന സ്പീഡ് 18 ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ബോൾ റിലേറ്റഡ് ടു ഷിപ്പ് എർത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊരു ചിത്രത്തിലൂടെ ഇങ്ങനെ കാണിക്കാം. നമ്മുടെ ആ ഫ്രെയിംസ് വെച്ചിട്ട്, ഈ 2 ഫ്രെയിംസ് വെച്ചിട്ട് നമുക്ക് ഈ ബോളിൻ്റെ മോഷനെ കാണിക്കാവുന്നതാണ്. ഇവിടെ എസും എസ് ഡാഷും ഫ്രെയിംസ് ഞാൻ കാണിച്ചിരിക്കുകയാണ്. എസ് ഡാഷ് ആണ് ഷിപ്പായിട്ട് ഉദ്ദേശിക്കുന്നത്, എസ് ആണ് എർത്തായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എസ് ഡാഷ് എസ്സിൽ നിന്ന് പോകുന്ന സ്പീഡ് 18 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് നമുക്ക്. ഈ ഷിപ്പ് എസ് ഡാഷാണ് കാണിക്കുന്നത്. അത് എർത്തിൽ നിന്ന് പോകുന്ന സ്പീഡ് 18 മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് 18 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇനി ആ ബോൾ നോക്കുക. ബോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബോൾ റോൾ ചെയ്യുകയാണ്. അത് ഷിപ്പിനകത്താണ് റോൾ ചെയ്യുന്നത്, എസ് ഡാഷാണ് റോൾ ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ എസ് ഡാഷിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്പീഡ് നമ്മൾ യു എക്സ് ഡാഷ് എന്നും, എസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്പീഡ്, ബോളിൻ്റെ സ്പീഡ് യു എക്സ് എന്നും എഴുതിയാൽ യു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. ഫോർ വെലോസിറ്റി യു എക്സ് ഡാഷ് ഈസ് യു എക്സ് മൈനസ് വി. യു എക്സ് ഡാഷ്, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ബോൾ വിത്ത് റെസ്പെക്ട് ടു ഷിപ്പ് 2 meter per second. V 80 meter per second. What is V? Velocity of ship with respect to Earth, or velocity of S dash with respect to Earth, that is V. And from the above equation we can write Ux is Ux dash plus V. We have to find Ux. Ux dash is 2 and V is 18 equal to 20 meter per second. This is the you write is, this is the velocity of ball with respect to Earth. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് യു എക്സ് ഡാഷ് വി തന്നിരിക്കുകയാണ്. യു എക്സ് കാരണം അതിനാണ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. ഉത്തരം 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത പ്രോബ്ലം നമുക്ക് ഇതേ ടൈപ്പ് ചെറിയ വ്യത്യാസത്തിൽ നോക്കാം. നമുക്ക് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഇപ്പം പഴയൊരു ക്വസ്റ്റ്യനാണ്. എ ഫ്രെയിം എസ് ഡാഷ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 3i plus 5j meter per second with respect to എസ്. അപ്പോൾ എസ് ഡാഷ് നമുക്ക് ഷിപ്പ് പോലെ വിചാരിക്കാം. അത് എർത്തിനെ എസിനെ അപേക്ഷിച്ച് 3i plus 5j സ്പീഡിൽ പോവുകയാണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി t plus 3i plus 7j meter per second with respect to എസ്. എസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പാർട്ടിക്കിൾ ബോൾ പോകുന്നത്. അത് മുമ്പത്തെ പോലെ ഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, എസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നത്. ഫൈൻഡ് ദി ആക്സലേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ ദ ഫ്രം എസ് ഡാഷ്. അപ്പോൾ എസ് ഡാഷിലെ വെലോസിറ്റി യു എക്സ് ഡാഷ് കണ്ടിട്ട് പിന്നെ ആക്സലേഷൻ കാണാം. എസ് ഡാഷിലെ
ആ എസ് ഡാഷിനെ അപേക്ഷിച്ച് ആ വസ്തുവിൻ്റെ വെലോസിറ്റി, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എസ് ഡാഷിനെ അപേക്ഷിച്ച് കാണണം, ആക്സലേഷൻ കാണണം. ആക്സലേഷൻ ആണെങ്കിൽ വെലോസിറ്റി കാണുമല്ലോ, വെലോസിറ്റി യു എക്സ് ഡാഷ് കാണുമല്ലോ. എങ്ങനെ നമുക്ക് ആക്സലേഷൻ എക്സ് ഡാഷ് ഓർ എ ഇസ് ഈക്വൽ ഡി യു ബൈ ഡി ടി എന്ന് വെച്ച് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. ഇൻ എസ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ, അത് നമ്മൾ യു എന്നാണ് വിളിക്കുന്നത്. യു എന്നോ യു എക്സ് എന്നോ വിളിക്കാം. പക്ഷേ യു എക്സ് നമ്മൾ പറയാൻ പറ്റത്തില്ല, കാരണം കമ്പണൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യു എന്ന് എഴുതും. യു ഈസ് ഈക്വൽ ടു ടി പ്ലസ് 3i പ്ലസ് 7j നമുക്ക് തന്നിരിക്കുന്നതാണ്. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റ് ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ വെലോസിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പം വെലോസിറ്റിക്ക് 2 കമ്പണൻ്റ് ഉണ്ട്, എക്സ് കമ്പണൻ്റ് ഉണ്ട്, വൈ കമ്പണൻ്റ് ഉണ്ട്. അതുകൊണ്ട് പറയും യു വെക്ടർ ഈസ് ഈക്വൽ ടു യു എക്സ് ഐ പ്ലസ് യു വൈ ജെ. നേരെ മറിച്ച് ഒരു ഇസഡ് കമ്പണൻ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ യു ഇസഡ് കെ കൂടി ചേർക്കണമായിരുന്നു. ഇവിടെ ഈ 2 വെലോസിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് കമ്പണൻ്റ് എന്താണ്? യു എക്സ് ടി പ്ലസ് 3 ഐ, ഐക്ക് മുമ്പിലാണ് എക്സ് കമ്പണൻ്റ്. അതുപോലെ വൈ കമ്പണൻ്റ് എന്താണ്? യു വൈ 7, ജെക്ക് മുന്നിലുള്ളത്. ഇസഡ് കമ്പണൻ്റ് പറയാത്തത് കൊണ്ട് യു ഇസഡ് നമ്മൾ 0 എന്ന് എടുക്കും. Now we look. വെലോസിറ്റി ഓഫ് ഫ്രെയിം എസ് ഡാഷ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു എസ്, അത് v3t പ്ലസ് 5j ആണ്. ആ വെലോസിറ്റിക്ക് 3 കമ്പണൻ്റ് വിചാരിച്ചാൽ വി എക്സ് 3, വി എക്സിൻ്റെ വാല്യൂ ഉണ്ട് 3i ആണ് കേട്ടോ. 3i, ടി അല്ല 3i ആണ്. 3i എന്തിരുത്തണം, അങ്ങനെയല്ല. എങ്ങനെയാണ് തന്നിരിക്കുന്നത് വെലോസിറ്റി നോക്കട്ടെ. വെലോസിറ്റി ടി മൂവിങ് വിത്ത് വെലോസിറ്റി ടി പ്ലസ് 3i ആണ്, പ്ലസ് 7j ആണ്. എ ഫ്രെയിം എസ് ഡാഷ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 3i പ്ലസ് 5j ആണ്. 3i ആണ് തന്നിരിക്കുന്നത്, 3i. അപ്പോൾ അവിടെ നമ്മളൊന്നൊരു 3i എന്നാക്കണം കേട്ടോ. ഇവിടെ വി ഇസ് ഈക്വൽ ടു 3t ഇല്ല, 3i പ്ലസ് 5j. അതിൻ്റെ അർത്ഥം കമ്പോണൻറ്റ് വി എക്സ് ഇസ് ഈക്വൽ ടു 3. ഇപ്പോൾ വി എ നമുക്ക് വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി സെഡ് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വി എക്സ് 3 കിട്ടും, വി വൈ 5 കിട്ടും, വി സെഡ് 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ വെലോസിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്താണ് യു എക്സ് ഡാഷ്? നമുക്ക് യു എക്സ് ഡാഷ് കണ്ടിട്ട് അല്ലെങ്കിൽ യു ഡാഷ് കണ്ടിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ യു എക്സ് ഡാഷ് ഇസിക്കൽ യു എക്സ് മൈനസ് വി എക്സ്, നമ്മുടെ വെലോസിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ റിലേഷൻ കൊടുത്തതാണ്. ഇപ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ ടി പ്ലസ് 3 ആണല്ലോ. പിന്നെ വി എക്സ് 3 ആണ്. അപ്പോൾ ടി പ്ലസ് 3 മൈനസ് 3 ടി എന്ന് കിട്ടും. ദെർഫോർ ആക്സിലേഷൻ, അതിൻ്റെ കമ്പോണൻ്റ് ഇപ്പോൾ കണ്ടേക്കാം. ആക്സിലേഷൻ അവസാനം കണ്ടാലും മതി, എങ്കിൽ ഇവിടെ ഓരോ കേസിലും ആക്സിലേഷൻ പാർട്ട് കമ്പോണൻ്റ് കണ്ടുപിടിക്കാം. എന്നാൽ അവസാനം കൂട്ടിയാലും മതി. അപ്പോൾ എക്സ് ഡാഷ് ഈസ് ഡി യു എക്സ് ഡാഷ് ബൈ ഡി ടി, ദാറ്റ് ഈസ് ടിയുടെ ഡെറിവേറ്റീവ് 1. പിന്നെ യു വൈ ഡാഷ് ഈസ് ഈക്വൽ ടു യു വൈ മൈനസ് വി വൈ 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2. therefore acceleration 2ന്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 0. ആൻഡ് യു ഇസഡ് ഡാഷ് is u z minus v z. There are no z component, so we get 0. Therefore acceleration, its derivative, 0 derivative is also 0. Therefore resultant acceleration we write in the form resultant acceleration of the particle with respect to frame s dash. We write in the form a dash is equal to x dash I plus a y dash j plus a z dash k. That is 1i plus 0j plus 0k. That is 1i meter per second. And if you find the magnitude, we get a dash modulus is equal to 1. The magnitude of 1i is 1 meter per second square. Next problem, Galilean transformation problem. ഏതാണ് ഇതേ ടൈപ്പ് തന്നെയാണ്.
A has coordinates 60 plus 3, comma 80t and y in a frame S. അപ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതാവുന്നേ ഉള്ളൂ. ഇത് ആർ വെക്ടർ XI പ്ലസ് YJ പ്ലസ് ZK എന്നല്ലേ പറയുന്നത്. അപ്പോൾ പൊസിഷൻ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. A particle has coordinates 60 plus 3, 80t and 5 in a system S at any time t. Anytime t, the frame S dash is moving related to S with a velocity 3i plus 4j meter per second. Find the position and velocity of particle in S dash. ഇവിടെ പൊസിഷൻ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. In S, the coordinates are 60 plus 3, 80t and 5. Therefore, R vector XI plus YJ plus ZK. Therefore, 60 plus 3i plus 8tj plus 5k. That is S. In next step in S dash, in S dash, in S. In S ലാണ് നമ്മൾ വിളിച്ചത്. S ഡാഷിൽ നമുക്ക് R dash കാണണം. R dash. In S dash, we have to find R dash. R dash. X dash എന്ന് പറഞ്ഞാൽ x minus vx into t നമ്മൾ പഠിച്ചതാണ്. x minus vx into t, the first Galilean transformation. That is x is equal to 60 plus 3 minus vx. Vx is 3 into t. vx 3 അല്ലേ നോക്കിയേ. vx എത്രയാന്ന് നോക്കൂ. വെലോസിറ്റി തന്നിരിക്കുന്നത് 3i plus 4j ആണ്. അപ്പോൾ vx 3 ആണ്. അപ്പോൾ vx into t 3t. That is the value is 3t plus 3. 3t വെട്ടിപ്പോയിട്ടാണ് ബാക്കി 3t വരുന്നത്. Y dash is y minus vy into t. That is 8t minus 4 into t equal to 4t. Z dash is equal to uz into t. Z dash is equal to z minus vz into t. Z dash is z minus vz into t. Z is 5. Vz is 0. 0 into t, that is 5. Z dash is 5. Therefore, the position vector in S dash. The position vector or the vector R dash is equal to, you write is equal to XI plus YJ plus ZK. That is 3t. R dash equal to, equal sign വേണം. ആ മഞ്ഞ നിറത്തിൽ കാണുന്ന സ്ഥലത്ത് equal sign എഴുതണം. R dash is equal to 3t plus 3i plus 4 plus j plus 5k. 5k, that is R dash. So, we have to find now velocity. Velocity has 3 components. Ux dash, uy dash and uz dash. Therefore, ux dash is dx dash by dt. ആ x ഡാഷിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്താണ് x ഡാഷ് എന്ന് നോക്കിക്കേ. x dash is 3t plus 3. So on differentiation we get 3 only. 3 into 1, 3. Similarly, uy dash 4j meter per second. Uz dash is 0 because it is the distance z is equal to a constant. Its derivative is 0. Since z is 5, its derivative uz dash equal to 0. Therefore, the velocity we can write as u dash is ux dash I plus uy dash j plus uz dash k. That is 3i plus 4j plus 0k meter per second. That is the answer. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഈ പ്രോബ്ലം കൂടി നോക്കി. യു സീ ദ പ്രോബ്ലം വൺസ് അഗെയിൻ. A particle has coordinates 60 plus 3, 80t and 5 in the frame S. അപ്പോൾ നമുക്ക് പിന്നെ R എഴുതാം. XI plus YJ plus ZK. 60 plus 3i plus 80tj plus 5k എന്ന് എഴുതും. In frame S dash, the frame S dash is moving related to S with a velocity 3i plus 4j meter per second. അപ്പോൾ ഫ്രെയിമിൻ്റെ വെലോസിറ്റി എസ് ഡാഷിൻ്റെ വി ആണ്. VXI പ്ലസ് VYJ പ്ലസ് VZK. VX 3 എന്ന് കിട്ടും, VY 4 എന്ന് കിട്ടും, VZ 0 എന്ന് കിട്ടും.
ഫൈൻഡ് ദി പൊസിഷൻ ആൻഡ് വെലോസിറ്റി. ഇപ്പോൾ പൊസിഷൻ കാണണമെങ്കിൽ എക്സും വൈ ഇസഡും അല്ലെങ്കിൽ എസ് ഡാഷും വൈ ഡാഷ് ഇസഡ് ഡാഷും കാണണം, അല്ലെങ്കിൽ ആർ വെക്ടർ കാണണം. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് വെക്ടർ കാണണം. ആർ വെക്ടർ ഈസ് ഈക്വൽ ടു നമ്മൾ വെക്ടറായിട്ട് കൊടുക്കുമ്പോൾ 60 + 3i + 8tj + 5k എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഈ എസ് ഡാഷ് എന്നാണ്. ഈ എസ് ഡാഷ് ആർ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, ആർ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ആർ ഡാഷ് ആണെങ്കിൽ എക്സ് ഡാഷും വൈ ഡാഷും ഇസഡ് ഡാഷും കാണണം. എക്സ് ഡാഷ് എക്സ് മൈനസ് വി എക്സ് ടി 60 + 3 minus 3t. 3t cancels, we get a 3t plus 3. Similarly, y dash is equal to 40, z dash is equal to 5. It is a constant. Therefore, r dash, that is equal to x dash I plus y dash j plus z dash k. 3t plus 3i plus 40j plus 5k. Then acceleration differentiate. When we differentiate this, we get 3i plus 4j only. 3i plus 4j plus 0k. 0k ഇതിൽ കുഴപ്പമില്ല. Therefore, u dash is equal to 3i plus 4j plus 0k meter per second. And if you want to find magnitude, you can write as root of 3 square plus 4 square. That is 5 meter per second. The answer will work out as 5 meter per second. But this is sufficient. If magnitude is asked, you know how to find the magnitude of a vector. Root of ux square plus uy square plus or us dash square plus uy dash square plus uz dash square. അങ്ങനെയാണ് വെക്ടർ. വെക്ടർ എ ഉണ്ടെങ്കിൽ എ എന്നുള്ളത് എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് ഐ സെഡ് കെ ആണെങ്കിൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഗിവൺ ബൈ എ മോഡുലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് a z square. In that manner, you can find the magnitude of this vector and it will work out as 5 meter per second. And that is all with your 40th lecture on classical mechanics. We continue in the next class. Thank you very much.